ഇപ്പോൾ എന്താ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ എന്ന് ഡൗട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനെന്ന് പറയുന്നത് BSc കെമിസ്ട്രിയുടെ കൂടെ MBBSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. നിങ്ങളുടെ പോലെയല്ല. എനിക്ക് സെപ്റ്റംബർ 13 ആയിരുന്നു നീറ്റ് എക്സാം. അതിൻ്റെ സെപ്റ്റംബർ 8 തീയതി എനിക്ക് BSc കെമിസ്ട്രിയുടെ ഒരു എക്സാം ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യുന്ന ആളുകളല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീറ്റ് ആസ്പിറൻസ് എന്ന് പറയുന്നത്. അവർക്ക് എന്താ ഈ 80-85 ദിവസം എന്ന് പറയുമ്പം ഇത്രയും സമയമുള്ളത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നത്? ഈ വീഡിയോയിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ 300-400 മാർക്കിനിടയ്ക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്ന കൊച്ചുങ്ങൾ, ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പഠിക്കാൻ സമയമില്ല എന്ന് വിചാരിക്കുന്നവർ, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ 100% കൊടുക്കും എന്ന് പറയുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ്റെ ആവശ്യമില്ലല്ലോ. അവരെ നമ്മൾ ഉന്തിയാലും ഇല്ലെങ്കിലും അവർ നേരെ പിന്നെ നമുക്ക് നീറ്റ് എക്സാം എഴുതാതിരിക്കാനുള്ള ധൈര്യം വേണം. നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാതിരിക്കാനുള്ള ധൈര്യമുണ്ട്. നമ്മൾ ഈ ഒരു കൊല്ലം പഠിച്ചിട്ട് നമ്മൾ നീറ്റ് എഴുതുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു ബീഡത്വമാണ്. നമ്മൾ എന്തായാലും എഴുതാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് എഴുതുക. ഈ നീറ്റ് 2026 മെയ് 3-നാണെന്നുള്ളത് നിങ്ങൾ പെട്ടെന്നൊരു ദിവസം കേൾക്കുന്ന കാര്യമല്ലല്ലോ. നമുക്ക് നേരത്തെ അറിയാവുന്നൊരു കാര്യമാണ്. എന്തായാലും എക്സാം അടുക്കും തോറും നമുക്ക് ടെൻഷൻ കൂടും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ആ ഒരു ദിവസം എത്തുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരിത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടും. ഇപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യുന്ന ആളുകളല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീറ്റ് ആസ്പിറൻസ് എന്ന് പറയുന്നത്. അവർക്ക് എന്താ ഈ 80-85 ദിവസം എന്ന് പറയുമ്പം ഇത്രയും സമയമുള്ളത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ 300-400 മാർക്കിനിടയ്ക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്ന കൊച്ചുങ്ങൾ, ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പഠിക്കാൻ സമയമില്ല എന്ന് വിചാരിക്കുന്നവർ, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ 100% കൊടുക്കും എന്ന് പറയുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ്റെ ആവശ്യമില്ലല്ലോ. അവരെ നമ്മൾ ഉന്തിയാലും ഇല്ലെങ്കിലും അവർ നേരെ പൊക്കോളും. അപ്പോൾ എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ ആഗ്രഹം ഈ കൊച്ചുങ്ങളെയാണ്. അതായത് എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്കിനി സമയമില്ല എന്ന് വിചാരിക്കുന്നവർ. എന്തുകൊണ്ട് സമയമില്ല? നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. 80-85 ദിവസം, 80 ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സമയമാണോടാ. നമ്മളിപ്പം എത്ര പഠിച്ചവരാണെന്നുണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് ഒരു മാസം ഉഴപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നീറ്റ് എന്നല്ല, ഒരു എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ വല്ല അമാനുഷിക ശക്തിയുള്ളവരായിരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ടെക്സ്റ്റ് വെച്ച് പറയാം. ഇത് എൻ്റെ ഒപ്സിൻ്റെ ടെക്സ്റ്റാണ്. ഇതിനകത്തിൽ A to Z കാര്യങ്ങൾ ഞാൻ പഠിച്ച്, എന്നാലും നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ മറന്നു പോകും. അത് സ്വാഭാവികമാണ്. നമ്മൾ ഒന്നും കൂടെ റിവിഷൻ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അത് ഓർക്കത്തുള്ളൂ. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ മോഷനെ, സ്ട്രേറ്റ് ലൈനോ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനോ, ലിവിങ് വേൾഡോ ഒന്നും A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല. നമ്മുടെ ഇടയ്ക്ക് ബാക്കി നിൽക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കുറേ ലൈൻസും നമ്മൾ ടെക്സ്റ്റിൽ ഓരോ സെൻറ്റൻസ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്നത് മാത്രമായിരിക്കും നമുക്കിപ്പോൾ ബാക്കിയായിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണടാ. കാരണം നമ്മളത് ഒരു വട്ടം പഠിച്ചതാണെന്ന് ആലോചിക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ ചിലപ്പം മോളിക്കുലർ ബേസിസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത ചാപ്റ്റർ ആയിരിക്കും. ഇപ്പം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഒരു വട്ടം പഠിച്ച ചാപ്റ്റർ ആയിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ അതിലുള്ള ഒരു ലൈൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി കോൺഫിഡൻസ് കൂടും. ഇത് ഞാൻ ഒരു വട്ടം പഠിച്ചതാണല്ലോ. മനസ്സിലായോ? അതേ ഉള്ളൂ ഇപ്പം ഒട്ടും പഠിക്കാത്തവർക്കും പഠിച്ചവർക്കും തമ്മിലുള്ള ഡിഫറൻസ്. കുറച്ച് ലൈൻസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചതാണല്ലോ എന്നുള്ള കോൺഫിഡൻസ് പഠിക്കുമ്പോഴാണ് അവർക്ക് ഇത്തിരിയും കൂടെ സ്പീഡിൽ പഠിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത്തിരിയും കൂടെ സ്പീഡിൽ ഇതൊക്കെ പഠിക്കാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പം പഠിച്ചവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും എല്ലാവരും ഇപ്പം നിൽക്കുന്ന 0 ലെവലിൽ തന്നെ ആയിരിക്കും. എന്തായാലും ഇത്രയും ഈ വീക്കിലി എക്സാമിൻ്റെ ഇടയ്ക്കൊന്നും നമുക്ക് വീണ്ടും പഴയ ചാപ്റ്റേഴ്സ് ഒന്നും എടുത്ത് റിവിഷൻ ചെയ്യാനുള്ള സമയം ആർക്കും കിട്ടത്തില്ലടാ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ എത്ര നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിലും അവർ അപ്പോൾ ഉള്ള കാര്യങ്ങൾ പഠിച്ച് വിടുന്നതല്ലാതെ അവർക്ക് നേരെ തിരിച്ച് റീകോൾ ചെയ്യാനായിട്ടുള്ളൊരു സമയം ഇതിനിടയ്ക്ക് കിട്ടത്തില്ല. ആ സമയം ഇനിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ ഇനി അതിനനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. നമ്മളിപ്പോൾ ഇത്തിരി കൂടെ മാക്സിമം പേസിൽ വർക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ബയോളജിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. 360 മാർക്കുണ്ട്. ഫിസിക്സ് 180, കെമിസ്ട്രി 180. ഇപ്പോൾ ഈ 300 മാർക്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്ക് എന്തായാലും ബയോളജിയിൽ 340 അല്ലെങ്കിൽ 300 പോലും കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 180 മാർക്കിൽ ഏത് ലെവൽ എക്സാം ആണെങ്കിലും ഒരു 50 മാർക്ക് മേടിക്കാൻ എന്തായാലും സിമ്പിളായിരിക്കും. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വെറും സിമ്പിൾ തിയറി ആയിരിക്കും. ഏറ്റവും വേവ് ലെന്ത് കൂടിയ ലൈറ്റ്, ഏറ്റവും വേവ് ലെന്ത് കുറഞ്ഞ കളർ, ഇതൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ എപ്പോഴും കാണും. അപ്പോൾ എന്തായാലും ഒരു 50 മാർക്ക് ഫിസിക്സിൽ സ്കോർ ചെയ്യാൻ എളുപ്പമാണ്, കെമിസ്ട്രിയിൽ സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ സ്കോർ ചെയ്യുന്നവർക്ക് വരെ 400 മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിനും താഴെയാണ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാവരും ഇപ്പം നിലവിൽ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. പഠിച്ചവർക്ക് എന്തുവാ പഠിച്ചതെന്ന് ഓർമ്മയില്ല, പഠിക്കാത്തവർക്ക് പഠിച്ചില്ല എന്നുള്ള ടെൻഷൻ കാരണം അത് വേണ്ടാന്ന് വെക്കുന്ന ഒരു സ്റ്റേജിലുമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കുക, നമ്മൾ അതിനനുസരിച്ച് എഫേർട്ട് ഇടുക. ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ നമ്മുടെ 100% കൊടുക്കുമെന്ന് വിചാരിക്കുക, നമ്മളെ കൊണ്ട് പറ്റും. ഇപ്പം ഞങ്ങൾക്ക് June 1 എക്സാം. നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾക്ക് 3 ടെക്സ്റ്റ് പഠിച്ചാൽ മതി. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ കിടക്കുകയാണ് സബ്ജക്റ്റ് മെഡിസിൻ. ഇപ്പോൾ ഞാൻ ഇത് ഓരോ ചാപ്റ്ററിലെ എസ്സേ മാത്രം ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ് കണ്ടോ. നമ്മളിത് ഓരോ ടോപ്പിക്സും ഇങ്ങനെ എഴുതി വെച്ച് ടിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വരും, നമ്മൾ ഇത്രയും പഠിച്ച്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ A to Z കാര്യങ്ങൾ എനിക്ക് ഓർമ്മ കാണത്തില്ല. പക്ഷെ നമ്മൾ പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ വീണ്ടും എടുത്ത് വായിക്കുവാണെങ്കിൽ ചിലപ്പോൾ കിട്ടും. മൾട്ടിപ്പിൾ റിവിഷൻ എന്നുള്ള കാര്യമേ ഉള്ളടാ. നമുക്ക് ഇത് നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട്, ഇപ്പോൾ ബയോളജി ഓർത്തിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഇക്വേഷൻസ് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഒരു വട്ടം ഒത്തിരി സമയം എടുത്ത് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യുക, അതിനകത്താണ് കാര്യം ഇരിക്കുന്നത്. നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്രയും കാര്യങ്ങളാണ് നമ്മൾ MBBS വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് ജൂൺ 1 ഇടയ്ക്ക് താണ്ട് ഇപ്പോൾ ഫെബ്രുവരി മാർച്ചിൽ ഞങ്ങൾക്ക് മോഡൽ എക്സാം ആയിരിക്കും. ഏപ്രിൽ മെയ് സ്റ്റഡി ലീവ് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. ഏപ്രിലേക്ക് മോഡൽ ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഈ മെയ് എന്ന് പറഞ്ഞൊരു സ്റ്റഡി ലീവ് കൊണ്ട് നമ്മൾ പഠിക്കുന്നത് ENT, ഒഫ്താല്, ഗൈനക്ക്, OBG, മെഡിസിൻ, സർജറി, ഡെർമറ്റ്, സൈക്യാട്രി, പീഡിയാട്രിക്സ്, ഇത്രയും സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? ഇതിപ്പോൾ എത്ര ഫുൾ A to Z കാര്യങ്ങൾ പഠിച്ച് വെച്ച ആളുകളാണെങ്കിലും നമ്മൾ ഫുൾ ബ്ലാങ്ക് ഔട്ട് ആയിരിക്കും. കാരണം ഇത്രയും കാര്യങ്ങൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് നമ്മൾ പഠിച്ച് കഴിഞ്ഞത് അണ്ടർലൈൻ ചെയ്തു പോയ കുറച്ച് ലൈൻസ് മാത്രമാണ്. അല്ലാതെ അതിനകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കത്തില്ല. ഇതൊരു വട്ടം നമ്മൾ പഠിച്ചാണെന്നുള്ള കോൺഫിഡൻസിൽ നമ്മൾ പഠിക്കുമ്പം ഇത്രയും കൂടെ സിമ്പിളാവും. അതുതന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഒരു ചാപ്റ്ററിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് ആ ചാപ്റ്റർ മാക്സിമം സ്പീഡിൽ വായിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒരു കാര്യം വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അയാൾ 1 മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്റർ പഠിച്ച് അടുത്ത ചാപ്റ്റർ എടുത്തു, ഞാനും 1 മണിക്കൂർ കൊണ്ട് പഠിക്കും. ചിലപ്പോൾ ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇത് വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരു അത്യാവശ്യം വൃത്തിയായിട്ട് പഠിക്കുക, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യാനായിട്ടുള്ളൊരു സമയം കണ്ടെത്തുക. നമ്മൾ ഒരു ചാപ്റ്റർ 5 മണിക്കൂർ എടുത്ത് പഠിച്ച് 32ാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ ആദ്യത്തെ ചാപ്റ്റർ മറന്നു പോകും. അപ്പോൾ നമ്മൾ അത്രയും പേസിൽ പഠിക്കുക, അതിന് റിവിഷൻ ചെയ്യാനും കൂടെ ഉള്ളൊരു സമയം കണ്ടെത്തുക. ഈ നിങ്ങളുടെ ലൈഫിൽ ഈ ഏപ്രിൽ എന്ന് പറയുന്ന മാസം നിങ്ങൾ പ്യുവറായിട്ട് റിവിഷനും MCQസിനും വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇത്രയും 10-12 മണിക്കൂർ എടുത്തൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഏപ്രിൽ റിവിഷനായിട്ടൊരു സമയം കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇക്വേഷൻസ് ആണെങ്കിലും നമ്മൾ പല വട്ടം റിവിഷൻ ചെയ്യുക. ഇപ്പോൾ ഒരു ബുക്കിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയുന്നത് അതാണ്. ഇപ്പോൾ ബയോളജി ആണെങ്കിലും നമുക്ക് ടെക്സ്റ്റ് വീണ്ടും എടുത്ത് അതേ ടെക്സ്റ്റ് തന്നെ നമുക്ക് വീണ്ടും എടുത്ത് വായിക്കാം. ഫിസിക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പല ബുക്ക് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട് അത് ബുദ്ധിമുട്ടാവും. അതേസമയം ഒരു ബുക്കിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും, റീകോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും, നമുക്ക് ഓർക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക. കെമിസ്ട്രിയിലൊക്കെ ഇക്വേഷൻസ് എഴുതി വെക്കുക, റിപ്പീറ്റഡ് ആയിട്ട് സമയം കണ്ടെത്തി വായിക്കുക. ഞാൻ ബയോളജി പഠിച്ച് തീർന്നിട്ട് ഞാൻ ഫിസിക്സ് എടുക്കും അങ്ങനെ വിചാരിക്കരുതടാ. കാരണം നമ്മൾ എക്സോസ്റ്റഡ് ആവും. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സംഭവം തന്നെയാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മടുത്തു പോകും. അതുകൊണ്ട് മിക്സ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇപ്പം എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളൊന്ന് ഇന്ന് മുതൽ തുടങ്ങിക്കോ. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളൊന്ന് എഴുതി വെക്കുക. നിങ്ങൾ പഠിക്കുന്നതനുസരിച്ച് ടിക്കറ്റ് പോവുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഇത്രയും ചാപ്റ്റർ ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കൂടെ പഠിക്കണം, ആ ഒരു ത്വര വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം എടുത്തതായി ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഓരോന്നും ഓരോ എസ്സേ ആടാ. ഇപ്പോൾ നമ്മൾ മെഡിസിനിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതാ 40-48 എസ്സേ ആണ്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ടിക്കറ്റ് പോകുന്നതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് കൂടും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന വേറൊരു കാര്യം, നമ്മളിത് ഇങ്ങനെ നമ്മുടെ ഡേറ്റ് ഒന്ന് എഴുതി വെക്കുക. അതായത് നമ്മുടെ ഫെബ്രുവരിയിൽ ഇത്രയും ദിവസമുണ്ട്, മാർച്ചിൽ ഇത്രയും ദിവസമുണ്ട്, ഏപ്രിൽ ഇത്രയും ദിവസമുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും. ഇത്രയും ദിവസം ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. നമ്മളിപ്പോൾ പഠിച്ചവരുടെ സിറ്റുവേഷൻ ആണെങ്കിലും പഠിക്കാത്തവരുടെ സിറ്റുവേഷൻ ആണെങ്കിലും കണക്കാം. നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെന്ന്. നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല അതിനകത്തുള്ളത്. നമ്മൾ വായിക്കുക, റിവിഷൻ ചെയ്യുക, അത് തന്നെ ഇതിനതിൽ ചെയ്യാനായിട്ടുള്ളൂ. ഈ സമയമില്ല ആ ഒരു രീതിയിൽ വിചാരിക്കുകയേ ചെയ്യരുത്. ഞാനിപ്പോൾ 4 കൊല്ലം പഠിച്ചതാണ്. ഇനിയിപ്പോൾ ഒരു 3-4 മാസവും കൂടെ കഴിഞ്ഞ്, ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 5 മാസം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഞാനൊരു ഡോക്ടറാണ്. ഞാൻ ഡോക്ടറാണ് ഇങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ റിസൾട്ട് നോക്കുന്ന മുതലുള്ള സമയങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാണ്ട് നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്താനായിട്ടുള്ള എഫേർട്സ് ഇടുക. ഞാൻ ഡോക്ടറാവും, അല്ലെങ്കിൽ ഡോക്ടറായി കഴിഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് സ്വപ്നം കാണുന്നതിന് പകരം നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുക. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടമ്പ കടന്നാലല്ലേ ആ ഒരു സ്റ്റേജിലേക്ക് എത്തത്തുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്, പക്ഷെ അത് ഓർത്ത് സമയം കളയാതിരിക്കുക. നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഓർത്ത് സമയം കളയാതിരിക്കുക. നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. ഈ ഇക്വേഷൻ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങൾ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എറർ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യുക. ബയോളജി ടെക്സ്റ്റ് വീണ്ടും വായിക്കുക, ഒരു 5-10 വട്ടം വായിക്കുക. നമ്മളിങ്ങനെ ഓരോ ചാപ്റ്റർ പെറുക്കി വായിക്കുമ്പോഴാണ് നമുക്ക് ഈ മറന്നു പോകും എന്നുള്ള ടെൻഷൻ വരുന്നത്. ഒരൊറ്റ സ്ട്രെച്ചിൽ കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് നമ്മൾ 5 ചാപ്റ്റർ അടുപ്പിച്ച് അല്ലെങ്കിൽ 8 ചാപ്റ്റർ അടുപ്പിച്ച് റിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടുക്കി അതുണ്ടാവും.
മനസ്സിലായോ? നമ്മൾ ഒരു വട്ടം എന്തായാലും ഒരൊറ്റ വട്ടം ആദ്യമായിട്ട് വായിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു 8 മണിക്കൂറിനിടയ്ക്ക് 8 ചാപ്റ്റർ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഒരു 30 മിനിറ്റ് മതി ബയോളജി ടെക്സ്റ്റ് റിവിഷൻ ചെയ്യാം എന്നുള്ളൊരു സ്റ്റേജിലോട്ടെത്തും. ഇപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട്, അതായത് നമ്മുടെ ഈ റിവിഷൻ സമയത്ത് ഒരു ദിവസം കൊണ്ട് ബയോളജി ടെക്സ്റ്റ് ഫുള്ള് ഫസ്റ്റും സെക്കൻഡും ഒക്കെ റിവിഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 30 മിനിറ്റ് വെച്ച് നമ്മളിങ്ങനെ അടിച്ചടിച്ച് ഓടിച്ച് വായിച്ച് വിടും. ഇപ്പോൾ ഈ ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ എക്കോസിസ്റ്റം ചാപ്റ്റർ തന്നെ അതിലിങ്ങനെ അലാബാല കുറേ വാരി എഴുതിയിട്ടുണ്ടെങ്കിലും അതിനകത്തുള്ള കണ്ടൻറ്റ് ഭയങ്കര കൺസൈസ്ഡ് ആയിരിക്കും, മനസ്സിലായോ? അപ്പം അതിനകത്തിൽ ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ചാൻസേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഈ ഒരു സമയം അനാവശ്യമായിട്ട് കളയാതെ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നോക്കി പഠിക്കുക. ലീസ്റ്റ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിന് ലീസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ലീസ്റ്റ് സമയം കൊടുത്ത് ഇതാക്കുക. ഞാൻ ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്, ലീസ്റ്റ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള ആ ഒരു ഇതങ്ങ് വിടുകടാ. എന്തായാലും നമ്മൾ അല്ലേ പിന്നെ നമുക്ക് നീറ്റ് എക്സാം എഴുതാതിരിക്കാനുള്ള ധൈര്യം വേണം. നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാതിരിക്കാനുള്ള ധൈര്യമുണ്ട്. നമ്മൾ ഈ ഒരു കൊല്ലം പഠിച്ചിട്ട് നമ്മൾ നീറ്റ് എഴുതുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു വീഴ്ത്തമാണ്. നമ്മൾ എന്തായാലും എഴുതാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് എഴുതുക, 100% കൊടുത്തിട്ട് എഴുതുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ എവിടെ ചെന്നിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീമോട്ടിവേഷനാണ്, മനസ്സിലായോ? ഇനിയിപ്പം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, ഞാൻ ഒന്നും കൂടെ സൂപ്പർ റിപ്പീറ്റ് ചെയ്യാം, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനൊക്കെ നമ്മുടെ മുന്നിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം സമയം നീറ്റ് എക്സാം കഴിയുമ്പോൾ ഉണ്ട്. 2 മാസം കഴിഞ്ഞിട്ടല്ലേ എന്തൊക്കെ പറഞ്ഞാലും പുതിയ കോച്ചിങ് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ മുന്നിൽ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതൊരു MBBS സീറ്റിലേക്കുള്ള വഴിയാണ്, അല്ലെങ്കിൽ നീറ്റിന് മാക്സിമം സ്കോർ ചെയ്യുന്നതാണ്. അങ്ങനെ മനസ്സിൽ കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഇപ്പം ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചാൽ കിട്ടുമെന്ന് ഡൗട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനെന്ന് പറയുന്നത് BSc കെമിസ്ട്രിയുടെ കൂടെ MBBSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. നിങ്ങളുടെ പോലെയല്ല. എനിക്ക് സെപ്റ്റംബർ 13 ആയിരുന്നു നീറ്റ് എക്സാം. അതിൻ്റെ സെപ്റ്റംബർ 8 തീയതി എനിക്ക് BSc കെമിസ്ട്രിയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതായത് ഞാൻ പാർഷ്യൽ ഡ്രോപ്പ് ചെയ്തത് തന്നെ നമ്മുടെ ഒരു വയസ്സ് പോവാതിരിക്കാനാണ്. കാരണം ഞാൻ ഭയങ്കര ഉഴപ്പായിരുന്നു ഇവിടെ റിപ്പീറ്റ് ചെയ്ത സമയത്ത്. കാരണം എൻ്റെ അമ്മയുടെ ഒരാളുടെ പ്രഷർ കൊണ്ട് ഞാൻ പോയതാണ്. അതുകൊണ്ട് വീട്ടിലൊക്കെ ഇത്തിരി പ്രശ്നങ്ങളായതുകൊണ്ട് അവർക്ക് എന്നെ റിപ്പീറ്റ് ചെയ്യാൻ വിടാനായിട്ട് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. ഒട്ടും പോകാനായിട്ടുള്ള മൈൻഡ് സെറ്റ് എനിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിങ്ങനെ BSc കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് എന്നെക്കൊണ്ട് പഠിച്ചായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നിട്ട് ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ BSc കെമിസ്ട്രിയുടെ എക്സാം സ്കിപ്പ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ എന്തിനാണ് ഈ ഒരു വർഷം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ചേർന്നത്. കാരണം നീറ്റ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് എനിക്കൊരു ഉറപ്പുള്ള കാര്യമല്ല. കാരണം ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു ചെയ്തത്. ഞങ്ങളുടെ സമയത്ത് കുറച്ച് സിലബസിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സമയത്താണ് നമ്മൾ ഈ 3 മണിക്കൂർ കൊണ്ട് ഈ കുറേ 10 ക്വസ്റ്റ്യൻ എക്സ്ട്രാ വരുന്ന, അതിനകത്ത് 5 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്കീമൊക്കെ ഞങ്ങളുടെ സമയത്ത് ആദ്യം വരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുപോലെ പോയി എഴുതി പഠിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് ജാനുവരിയിൽ എൻ്റെ ഒരു കസിൻ്റെ കല്യാണമായിരുന്നു, മാർച്ചിൽ എൻ്റെ അടുത്ത കസിൻ്റെ കല്യാണമായിരുന്നു, ഏപ്രിലിൽ എൻ്റെ അമ്മൂമ്മ മരിക്കുമായിരുന്നു ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയ് മാസം മുതലാണ് നീറ്റിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മൾ അത്രയും ഗ്യാപ്പ് വന്നു. അതായത് നിങ്ങളെപ്പോലെയല്ല, നമ്മൾ ഇപ്പോൾ +2 കഴിഞ്ഞ് നീറ്റിന് കയറിയവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ വീണ്ടും കേൾക്കുന്നതാണ്. ഞാൻ അതിനിടയ്ക്ക് BSc കെമിസ്ട്രി പഠിച്ചു, അതിനിടയ്ക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കേട്ടു, ഹിന്ദിയുടെ ക്ലാസ് കേട്ടു. അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം ടച്ച് വിട്ട് പോയി. മാത്സിൻ്റെ ക്ലാസ് കേട്ടു. അപ്പോൾ മൊത്തം ടച്ച് വിട്ടിരിക്കുന്ന സമയത്ത് എന്നെക്കൊണ്ട് പറ്റി. ഇപ്പം എനിക്കൊരു സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടിയതൊന്നും നിങ്ങൾ ഓർക്കണ്ട. എനിക്കൊരു ഗവൺമെൻറ്റിൽ BD സീറ്റ് കിട്ടിയായിരുന്നു. എനിക്ക് ഗവൺമെൻറ് ദന്തൽ കോളേജ് കോട്ടയത്തിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്നെക്കൊണ്ട് പറ്റിയോ? 2-3 മാസം കൊണ്ട് എന്നെക്കൊണ്ട് അതെടുക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളെ കൊണ്ടും പറ്റും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റും. ഞാൻ 2 വെള്ളത്തിൽ ചവിട്ടി പഠിച്ച ഒരാളാണ്, എന്നിട്ടും എന്നെക്കൊണ്ട് പറ്റി. നിങ്ങൾ ഒരൊറ്റ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന് നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഗവൺമെൻറ് MBBS സീറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് BD സീറ്റോ കിട്ടും. ഇനി എന്നെക്കൊണ്ട് പറ്റുമെന്ന് 4 ആളോട് പോയി ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. എന്നെക്കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വിശ്വാസം വന്നിട്ട് അതിനനുസരിച്ച് എഫേർട്ട് ഇടാൻ വേണ്ടുന്നത്. നമ്മുടെ മാർക്ക് കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് എന്ന് കണ്ടെത്തി നമ്മൾ എഫേർട്ട് ഇട്ട് മുന്നേറാൻ നോക്കണം. എല്ലാവരും ഈക്വലാടാ. ഇത്രയും ഒരു കൊല്ലം ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചവർക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മ കാണത്തില്ല, നിങ്ങൾക്കും ഒന്നും ഓർമ്മ കാണത്തില്ല. നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. നമുക്ക് എല്ലാവരെ കൊണ്ടും പറ്റൂടാ. ഈ 2 മാസം കൊണ്ടൊക്കെ പഠിച്ച് കയറിയ സ്റ്റോറീസ് ഇതിനിടയ്ക്കും ഉണ്ട്, പക്ഷേ എല്ലാവരും പറയാത്തതാടാ. നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടാൽ മതി. ഈ ഒരു സമയം ഉഴപ്പിയത് കൊണ്ടാണ് ഭൂരിഭാഗം ആളുകൾക്കും കിട്ടാതെ പോയത്. അതായത് എല്ലാവർക്കും സെൽഫ് ഡൗട്ടാണ്, എനിക്ക് കിട്ടുമോ. അതിനകത്തിലാണ് എല്ലാവർക്കും ഈ അബദ്ധം പറ്റുന്നത്. നിങ്ങൾ ആ ഒരു അബദ്ധം കാണിക്കാതിരിക്കുക. നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെ വർക്ക് ചെയ്യുക. പിന്നെ ഇപ്പം സ്വന്തമായിട്ടൊരു എറർ ബുക്കോ അല്ലെങ്കിൽ എപ്പോഴും ഒരു പുറകിൽ നിന്നൊരു സപ്പോർട്ട് വേണം എന്നുള്ളവർക്ക് ഞാനൊരു ആപ്പിനെ പറ്റി
പറയാം. മെമോനീറ്റ് എന്നാണ് ആപ്പിൻ്റെ പേര് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഒരു പ്രശ്നം ഇതിനകത്ത് എവിടെയൊക്കെ പഠിക്കണം, എല്ലാം പഠിക്കണോ, A to Z കാര്യങ്ങൾ ഓർത്തിരിക്കുമോ, അങ്ങനത്തെ ഉള്ള ടെൻഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ആപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതിനകത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERTയിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് അത് മാത്രം ടാർഗറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മളോട് നമുക്ക് വേണ്ടുന്ന ടാർഗറ്റ് സ്കോർ എത്രയാണെന്ന് ചോദിക്കും. 640 വേണോ, 680 വേണോ, 620 വേണോ, 540 വേണോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റ് സ്കോർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ ഇവർ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു അസിസ്റ്റൻസ് എടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഈ 300-400 മാർക്കിലൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും എന്തൊക്കെ പറഞ്ഞാലും ഒരു 500 മാർക്ക് എബോവ് സ്കോർ ചെയ്യാൻ സഹായിക്കും. ബയോളജി ഈ ഒരു ആപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 330 മാർക്ക് കിട്ടും. അതെൻ്റെ വാക്കാണ്. കാരണം അത്രയ്ക്ക് പക്കാണ്. ഞാൻ അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പല വീഡിയോസിൽ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ഈ ബ്രോഷർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നീറ്റ് 2025 96% ക്വസ്റ്റ്യൻസ് മെമോനീറ്റിൽ നിന്ന് തന്നെ ചോദിച്ചേക്കുന്നത്. നീറ്റ് 2024 95% ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീറ്റ് 2023 92% ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഓരോ നമ്മുടെ നീറ്റിൻ്റെ എക്സാമിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന ഇമ്പ്രൂവ്മെൻറ്റും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഒരു ദിവസം ഫുള്ള് ഫിസിക്സ് പഠിക്കുന്നു, ഒരു ദിവസം ഫുള്ള് കെമിസ്ട്രി പഠിക്കുന്നു, ഒരു ദിവസം ഫുള്ള് ബയോളജി പഠിക്കുന്നു, നമ്മൾ മടുക്കും. ഇപ്പം നമുക്കൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഈ മെമോനീറ്റിനകത്തിൽ അവർ തന്നെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്സിൽ ഇത്ര കാര്യങ്ങൾ, കെമിസ്ട്രിയിൽ ഇത്ര കാര്യങ്ങൾ, ബയോളജിയിൽ ഇത്ര കാര്യങ്ങൾ, ആ ഒരു പർട്ടിക്കുലർ നമ്മൾ പഠിച്ചു തീർക്കുന്ന കാര്യങ്ങളിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ആ ഒരു അതിൻ്റെ കൂടെ തന്നെ സോൾവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പോലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവമുണ്ട്. പിന്നെ നമ്മൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ച് അവർ തന്നെ നമുക്കൊരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മടി കാണിക്കുന്നുള്ള ഒരാളുകളല്ലേ. അപ്പോൾ ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ലേറ്റസ്റ്റ് പ്ലാനും കാര്യങ്ങളും അതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എൻ്റെ കോഡ് അടിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും.